ഇനി ലീഗ് നിയമം എന്താണെന്ന് പറയും. ലീഗ് കേരളം ഭരിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. കേട്ടു നോക്കൂ ഈ വീഡിയോ. ഈ കണ്ട വീഡിയോയിലെ മുദ്രാവാക്യം ഇതാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ലീഗ് പറയും നിയമങ്ങൾ, ലീഗ് ഭരിക്കും കേരള മണ്ണ്. പെരുന്നയിലുള്ളൊരു നായരെ ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി വല്ലാതങ്ങ് ചൊറിയരുത്. ലീഗാടാ, ഇത് ലീഗാണ്. പാണക്കാട്ടെ ലീഗാണ്. അതായത് നിയമങ്ങളൊക്കെ തന്നെ ലീഗാണ് ഇനി പറയാൻ പോകുന്നത്. ഭരിക്കാൻ പോകുന്നതും ലീഗാണ്. അപ്പോൾ ആരാണ് ഇവിടെ അധികാരത്തിലെത്തിയത് എന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇവിടുത്തെ ഇന്ത്യ ലൈവ് അടക്കമുള്ള ഇവിടുത്തെ ദേശീയ ബോധമുള്ള, ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന, ഈ നാടിനോടും ഈ സംസ്കാരത്തോടും പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഇസ്ലാമിസ്റ്റുകളാണെന്ന്? അതായത് ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP, വെൽഫെയർ പാർട്ടി തുടങ്ങിയവരും ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലും CPM-നുള്ളിലും കയറിക്കൂടിയിരിക്കുന്നവരുമായ ഇസ്ലാമിസ്റ്റുകൾ കേരളം ഭരിക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞതാണ്. അതാണ് ഇന്ന് ഈ മുദ്രാവാക്യത്തിലൂടെ പുറത്തു വരുന്നത്. ലീഗ് പറയും നിയമങ്ങൾ, ലീഗ് ഭരിക്കും കേരള മണ്ണ്. ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ എല്ലാ കാര്യങ്ങളും, ആഭ്യന്തരമടക്കം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനും നടപ്പിലാക്കാനും പോകുന്നത് ലീഗാണ്, ലീഗ് മാത്രം. ലീഗിനകത്ത് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാക്കിനടിയിലുള്ളവർ മറ്റാരുമല്ല, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോപ്പുലർ ഫ്രണ്ടും PDPയും ഈ പറയുന്ന സുന്നി എന്നോ ഷിയ എന്നോ ഈ പറയുന്ന മുജാഹിദ് എന്നോ വ്യത്യാസമില്ലാതെ, EK എന്നോ AP എന്നോ ഭേദമില്ലാതെ ഭരിക്കാൻ പോകുന്നത് ഇവരാണ് എന്നുള്ളതാണ്. ആ മുദ്രാവാക്യത്തിന്റെ വിളിയുണ്ടല്ലോ, ആ വിളിക്കകത്ത് എല്ലാം ഉണ്ട്. ആരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നായരും ഈഴവരുമായിട്ടുള്ള ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമ്മ വിശ്വാസികളോടാണ് ആ വെല്ലുവിളി. അധികം അങ്ങോട്ട് ചൊറിയണ്ട എന്നാണ് പറയുന്നത്, അധികം അങ്ങോട്ട് പറയണ്ട എന്നാണ് പറയുന്നത്. ലീഗ് പറയും, നിങ്ങൾ അനുസരിക്കും. അതാണ് ലീഗിന്റെ രീതി എന്ന് പറയുന്നത്. കുറച്ചു നാൾ മുമ്പ് മറ്റൊരു മുദ്രാവാക്യം നമ്മൾ കേട്ടല്ലോ. എന്തൊക്കെയായിരുന്നു ആ മുദ്രാവാക്യങ്ങൾ? അവലും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വെച്ചോ, വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ, അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കും. ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മതേതരന്മാർ പറഞ്ഞിരുന്നത് എന്താണ്? ഇതങ്ങ് ദൂരെ എവിടെയോ സംഭവിക്കുന്ന കാര്യമാണ്, ഇല്ലെങ്കിൽ സംഭവിക്കാനേ സാധ്യതയില്ല. ഏതോ ഒരു വർഗീയവാദിയുടെ ജൽപ്പനം മാത്രം. മതേതര കേരളമല്ലേ, ഇവിടെ മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അധികം വൈകാതെ, അധികം വർഷങ്ങളോ യുഗങ്ങളോ നൂറ്റാണ്ടുകളോ കാത്തിരിക്കേണ്ടി വന്നില്ല. നമ്മുടെ നാടിൻ്റെ കിഴക്ക് വശത്ത്, അതായത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ചതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ മാറാടുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ്. കേരളം ഓർക്കാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ്. അതൊന്നും ഇവിടെ നടന്ന സംഭവങ്ങളെ അല്ല എന്ന മട്ടിൽ ഇവിടുത്തെ മതേതര വർഗീയ വിദ്വേഷ ഭ്രാന്തന്മാർ പറയുമ്പോൾ അതങ്ങ് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ മതേതരവാദികളുണ്ടല്ലോ. നിങ്ങൾ കേട്ടല്ലോ, അധികാരത്തിലെത്തിയ ലീഗിൻ്റെ മുദ്രാവാക്യം ഇതാണ്. ഇനി ലീഗ് പറയും, ലീഗ് ഭരിക്കും, നിയമങ്ങൾ ലീഗ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയുള്ള നായരും വെള്ളാപ്പള്ളി, ആലപ്പുഴയിലെ വെള്ളാപ്പള്ളിയും ഒന്നും അധികം സംസാരിക്കേണ്ട എന്നാണ് ലീഗ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ടും ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇല്ല ഞങ്ങൾക്ക് തീ കണ്ടാൽ അറിയില്ല, തീ കൊണ്ട് പൊള്ളിയാലേ അറിയൂ എന്ന നിർബന്ധ ബുദ്ധിയുള്ള ചിലരുണ്ടല്ലോ, അവരോടല്ല, സാമാന്യ മനുഷ്യരായ സാധാരണക്കാരായ അല്പമെങ്കിലും ബോധം ബാക്കിയുള്ള മനസ്സിൽ ഈ പറയുന്ന ഈ നാടിനോടും ഈ രാജ്യത്തോടുമൊക്കെ പ്രതിബദ്ധതയുള്ളവരോട് പറയുകയാണ്, ഇതാണ് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ ലീഗ് പറയുന്നത്, ലീഗ് ചെയ്യുന്നത് ഒക്കെ, ഭരിക്കുന്നത് ഒക്കെ അവരുടെ ഇഷ്ടത്തിനായിരിക്കും എന്നുള്ളതാണ്. പാണക്കാടാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് അവർ അടിവരയിട്ട് പറയുന്നു. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പാണക്കാടിനെ എതിർത്തുകൊണ്ട്, മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ശരിക്കും നിങ്ങളുടെ ആത്മാവിനോട് നോക്കി ചോദിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ശശി തരൂർ ഒരിക്കലാണ് പറഞ്ഞത് ഹമാസ് ഭീകര സംഘടനയാണെന്ന്. പാണക്കാടിനെ പറ്റിയോ മുസ്ലിം ലീഗിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയോ ഏതാണ്ട് 3500 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ചർച്ച വന്നപ്പോൾ ശശി തരൂർ പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഹമാസ് എന്ന ഭീകര സംഘടന, മറ്റൊന്നും പറഞ്ഞില്ല. പലസ്തീനിൽ നടക്കുന്ന ക്രൂരതയെ പറ്റിയൊക്കെ പലപ്പോഴും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ അങ്ങനെ അന്ധമായി ഇസ്രായേലിൽ നിന്നും പിന്തുണയ്ക്കുന്ന ആളുമല്ല.
എന്നാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ അന്ധമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളാണ് ശശി തരൂർ. ആ ശശി തരൂരിൻ്റെ പേര് ഇന്ന് നിങ്ങൾ ഇവിടെ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഈ പകൽ കഴിയുന്നത് വരെയും, ഈ ദിവസം വരെയും നിങ്ങൾ ചിന്തിച്ചിരുന്നു ഒരു തവണയെങ്കിലും? മതേതര കേരളം അദ്ദേഹത്തെ പൂർണ്ണമായി അവഗണിച്ചു. നിങ്ങൾക്കറിയാമോ അതിൻ്റെ കാരണം ഇതാണ്. അതായത് ചെന്നിത്തല അന്ന് പറഞ്ഞു ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന്, ഹമാസ് ഭീകരർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ചെന്നിത്തലയെ ഒതുക്കി വെട്ടി വെട്ടി തേച്ച് ഒരു ഭാഗത്തേക്ക് ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ചിലരുടെ പേര് പറഞ്ഞ് ആക്രമിച്ചാൽ അവരെ ആക്രമിക്കാൻ പറ്റും, പേര് പറയാതിരുന്നാലും അവരെ ആക്രമിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ചർച്ച വന്നപ്പോൾ ഒരു സമവായത്തിൻ്റെ പേരിൽ പോലും ശശി തരൂരിൻ്റെ പേരില്ലാതെ പോയത്. എന്നിട്ടും ശശി തരൂർ അവിടെയും നിർത്തിയില്ല. ശശി തരൂർ രാജ്യത്തെ പിന്തുണച്ചു, ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ചു. അതിനുശേഷം എന്തുണ്ടായി? ശശി തരൂർ രാജ്യത്തിന് വേണ്ടി ലോക രാജ്യങ്ങൾക്ക് മധ്യത്തിൽ പോയി സംസാരിച്ചു. ശശി തരൂർ ചെയ്തത് മഹാപരാധമാണല്ലോ. രാജ്യത്തിന് വേണ്ടി സംസാരിച്ചില്ലേ? ഈ പറയുന്ന ഭീകരതയ്ക്കെതിരെ സംസാരിച്ചില്ലേ? രാജ്യം ഭീകരവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനൊപ്പം നിന്നില്ലേ? ഇതൊക്കെ ചെയ്ത ശശി തരൂരിനോട് പാണക്കാട് യോജിക്കില്ല എന്നുള്ളതാണ്. പാണക്കാടിന് യോജിക്കാൻ കഴിയില്ല, ലീഗിന് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എ പി അഹമ്മദ് മാഷ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവർ പലരും ഇവിടെ നിന്ന് പോയില്ല. അവരൊക്കെ ഇവിടെ നിന്നിട്ട് വീണ്ടും എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുമെന്ന്. ഇന്ന് ഇവിടെയുള്ളവർ അറിയേണ്ടത് അത് തന്നെയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന്. ലീഗ് ചെയ്യാൻ പോകുന്നത് അവർ മുദ്രാവാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ മുദ്രാവാക്യത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. ലീഗ് പറയും, ലീഗ് ഇവിടുത്തെ നിയമങ്ങൾ എന്താണെന്ന് തീരുമാനിക്കും, കേരള മണ്ണ് അവർ ഭരിക്കും, നായരും വെള്ളാപ്പള്ളിയും ഒന്ന് സൂക്ഷിച്ചോ എന്നുള്ളതാണ് ആ ഭീഷണി. പല തവണയായി അവർ പറയുന്നുണ്ട്. ആരൊക്കെയാണ് ലീഗിനൊപ്പം നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശുദ്ധത കൊണ്ടല്ല, നിങ്ങൾ ആരുടെയൊക്കെ ഇരയാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ കയ്യിലെ ഇരയായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ വാവെന്ന് നിങ്ങളെ വിഴുങ്ങുമെന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ രാഷ്ട്രീയം അടിമുടി മാറാൻ പോകുന്നു. വി ഡി സതീശന് അധികാരത്തിലേക്ക് എത്തേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളതാണ്. ആ അധികാരം എന്ന് പറയുന്നത് ഇവർക്കൊപ്പം നിന്നാലേ കിട്ടുമുള്ള ഒന്നാണ് എന്നതും യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ടാണ് വി ഡി സതീശൻ ഇടയില്ലാതെ പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് മുഹമ്മദ് നബിയാണെന്ന്. ഈ പറയുന്ന ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് പറഞ്ഞത് മുഹമ്മദ് നബിയാണെന്ന്. ഒരസത്യവും പറയാനായിട്ട് ഒരു മടിയുമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്, കൃത്യമായി പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ്? ആ അസത്യം പറഞ്ഞാൽ മാത്രമേ തനിക്കിവിടെ നിലനിന്നു പോകാൻ കഴിയുകയുള്ളൂ, ആ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ്. രമേശ് ചെന്നിത്തല ഒരു ദർഗയിലൊക്കെ പോയി നോക്കി, അവിടെയുള്ള ഖബറിൽ നിന്നുള്ള പട്ടെടുത്ത് തലയിൽ ചുറ്റി നോക്കി, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു ട്രോളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാം. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവാണ് ഏക ദൈവം. ഇത് ഒരു തവണയെങ്കിലും പരസ്യമായി KC വേണുഗോപാലിന് പറയാൻ കഴിഞ്ഞാൽ വി ഡി സതീശനെ അവിടെ നിന്ന് മാറ്റുകയും KC വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യാൻ അധിക സമയമൊന്നും ഈ പറയുന്ന കക്ഷികൾക്ക് വേണ്ട. അവരുടെ പേര് തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് അവർക്കങ്ങനെ തോന്നുകയുമില്ല എന്നുള്ളതാണ്. ഏതായാലും ലീഗിൻ്റെ മുദ്രാവാക്യം ഇതാണ്. ആ മുദ്രാവാക്യത്തിൽ അവർ അവരുടെ രാഷ്ട്രീയം വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ രാഷ്ട്രീയം എന്തെന്ന്. ലീഗ് തീരുമാനിക്കും, ലീഗ് ഭരിക്കും. ആ മുദ്രാവാക്യത്തിലുണ്ട് നിങ്ങളുടെ വിധി, ഈ കേരളത്തിൻ്റെ വിധി എന്താകുമെന്ന്.